മുഖം നല്ല സ്വർണം പോലെ തിളങ്ങാനും മുഖത്തുള്ള ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ മാറാനായിട്ടുള്ള ഒരു മാജിക് ഐസ് ക്യൂബാണിത്. സോപ്പല്ല, ഐസ് ക്യൂബാണ്. അത്രയ്ക്കും നല്ല വിറ്റമിൻസും മിനറൽസും ഒക്കെ വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വിൻ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. നിറയെ സ്ഥലത്തും ഇന്ത്യയിൽ തന്നെ മഞ്ഞ് വീഴുന്നിടവും നല്ല രാവിലെ തന്നെ ഇങ്ങനെ കോട കെട്ടി നിൽക്കുന്നതൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നന്നായിട്ട് രാവിലെ മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ സമ്മറിനേക്കാളും ഏറ്റവും കൂടുതൽ സ്കിൻ കെയർ ചെയ്യേണ്ടത് വിൻ്ററിലാണെന്നുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? വിൻ്ററിലാണ് നമ്മുടെ സ്കിന്നിൻ്റെ കളർ ഒന്നും കൂടെ കുറയുക. ഒരു 2 ഷെയ്ഡൊക്കെ കുറയും വിൻ്ററിൽ. നല്ല മഞ്ഞ് കാലത്ത് ഈ കാശ്മീരിലൊക്കെയുള്ള ആളുകൾക്ക് മഞ്ഞുകാലത്ത് കാശ്മീരിൽ ജനിക്കാതെ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവർക്കൊക്കെ ഷെയ്ഡ് കുറയും. അതുപോലെ വിൻ്റർ നമ്മളുടെ കളറിനെ വളരെ കുറയ്ക്കും. വിൻ്റർ സമയത്ത് നമുക്ക് തോന്നും സൂര്യപ്രകാശം അധികം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സൺൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, സൺറൈസിൻ്റെ ഈ ടാനൊന്നും അടിക്കില്ല എന്ന് നമുക്ക് തോന്നില്ലേ? അങ്ങനെയല്ല. വിൻ്ററിൽ ഭയങ്കര കൂടുതലായിരിക്കും ആ ഒരു റേസിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ. സോ വിൻ്ററിൽ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യണം. നമുക്ക് ഇനി അങ്ങോട്ട് വിൻ്റർ കഴിയുന്നിടം വരെ വിൻ്ററിൽ നമ്മളുടെ സ്കിൻ കെയർ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇന്ന് 2 ടൈപ്പ് ഓഫ് സ്കിൻ കെയർ നോക്കുന്നുണ്ട്. വിൻ്ററിൽ നമ്മളുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആക്കി വയ്ക്കാനും ഒന്ന് ഫെയർ ആക്കി വയ്ക്കാനും എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളിന്ന് 2 ടൈപ്പ് ഓഫ് സ്കിൻ കെയർ ആണ് നോക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. മുരിങ്ങയിലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏജിന്റെ സൈൻസിനെ ഇല്ലാതാക്കുകയും ഫേസിന് നല്ല യൂത്ത്ഫുൾ ഗ്ലോ തരികയും ആന്റി ബാക്ടീരിയൽ, ആന്റി ഓക്സിഡന്റ് ആൻഡ് കൊളാജിൻ ബൂസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ് മുരിങ്ങയില. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കുകയും സ്കിന്നിന് യൂത്ത്ഫുൾ ഗ്ലോ തരികയും സ്കിന്നിൽ ഉണ്ടാകുന്ന റാഷസ് ഒക്കെ മാറുകയും നല്ല മിൽക്കി ഗ്ലോ തരികയും ചെയ്യുന്നതാണ് ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ. പിന്നെ നമുക്ക് ഹൈഡ്രേഷന് വേണ്ടി നമുക്കൊരു കുക്കുംബർ എടുക്കാം. ഒരു കുക്കുംബർ ഫുള്ള് വേണ്ട, ഹാഫ് മതിയാകും. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്തെടുത്ത കുക്കുംബർ നമുക്ക് മുരിങ്ങയിലയുടെ കൂടെയും പാലിന്റെ കൂടെയും മിക്സ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. കുക്കുംബർ നമ്മളുടെ ഫേസിലെ മോയ്സ്ചറിനെ ലോക്ക് ചെയ്യുകയും ഫേസിനെ നല്ല തറലി ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഫേസിൽ ഉണ്ടാകുന്ന മാർക്സും ഡോട്ട്സും ഒക്കെ കളയാനായിട്ട് കുക്കുംബർ നല്ല ഒരു സൊല്യൂഷനാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയിലുള്ള കർക്കുമിൻ എന്ന് പറയുന്ന ആ ഒരു വസ്തു നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകുന്നത്. ഇത് ചൂടാക്കുമ്പോൾ അതിന്റെ എഫക്റ്റ് ഇല്ലാതാകുകയും ബാക്കിയുള്ള എല്ലാ മിനറൽസും നമുക്ക് സ്കിന്നിലേക്ക് കിട്ടുകയും ചെയ്യും. റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലാണ് ഇരിക്കുക. ഇത് നമ്മൾക്ക് നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ബോയിൽഡ് വാട്ടർ, 200 മില്ലി ബോയിൽഡ് വാട്ടർ നമ്മൾ ഒഴിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ മുരിങ്ങയില പച്ചയായിട്ട് അങ്ങനെ ഉപയോഗിക്കാതെ അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അതിന്റെ ആ ഒരു അസിഡിക് എഫക്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചൂടുവെള്ളം ഒഴിക്കുന്നത്. നമുക്ക് ഇതൊരു ബീറ്റർ വെച്ച് നല്ലപോലെ ഒരു സ്ലോ ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ടൈം പിടിച്ച് സ്ലോ ആയിട്ട് ബീറ്റ് ചെയ്തോളൂ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് എല്ലാത്തിനെയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുത്ത് അതിന്റെ എസൻസ് എല്ലാം കൂടെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ഒന്ന് അരിക്കാം. വെറുതെ അരിപ്പയിൽ കൂടെ അരച്ചാൽ ഇലയുടെ എന്തെങ്കിലും ഒക്കെ ബാക്കി വന്ന് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും ഫേസിൽ. അത് മാത്രമല്ല ഫേസിലോട്ട് അബ്സോർവ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം എത്രയ്ക്കും സോഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും സോഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് തന്നെയാണ്. ഒരു തുണി വെച്ച്, അരിപ്പയുടെ മേളിൽ ഒരു തുണി വെച്ച് ഇതുപോലെ നമുക്ക് അരിച്ചതിന്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കാൻ പോകുന്നത് റോസ് വാട്ടർ ആണ്. ഇത് ഹോം മെയ്ഡ് റോസ് വാട്ടർ ആണ്. നല്ല പനീർ റോസ് ആയതുകൊണ്ടാണ് ആ കളറിൽ ഇരിക്കുന്നത്. റോസ് വാട്ടർ ഒരു 30 മില്ലി എടുത്തിട്ടുണ്ട്. അടുത്തത് ഒരു 30 ഗ്രാം അലോവേറ ജെല്ലാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അലോവേറ ജെൽ, റോസ് വാട്ടർ ഒക്കെ നമ്മുടെ ഫേസിനെ ടോൺ ചെയ്യാനും നമ്മുടെ ഫേസിലെ മോയ്സ്ചർ ലോക്ക് ചെയ്യാനും പാടുകളൊക്കെ മാറ്റാനും യൂത്ത്ഫുൾ ഗ്ലോ തരാനും സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്.
ഇത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ബീറ്റർ വെച്ച് യോജിപ്പിക്കാം. നിങ്ങൾക്ക് മിക്സി ഉണ്ടെങ്കിൽ മിക്സിയിൽ വെച്ച് എങ്ങനെയെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ജ്യൂസിനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഒരു മോൾഡിൽ ഒഴിച്ച്, നിങ്ങൾക്ക് കയ്യിലുള്ള എന്തെങ്കിലും മോൾഡ് എടുക്കാം കേട്ടോ, അതിൽ ഇതുപോലെ ഒഴിച്ച് ഐസ് ആക്കി സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി രാവിലെ ഇത് ഫേസിലൊന്ന് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട്, നമ്മൾ രാവിലെ ഫ്രഷ് ആയി കഴിഞ്ഞ് മുഖം വാഷ് ചെയ്തിട്ട് ഇതൊരു 3 മിനിറ്റ് ടു 5 മിനിറ്റ് വരേക്കും നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്ലോ ഫേസിൽ കിട്ടും. പാടുകളൊക്കെ മാറും, ചുളിവുകളൊക്കെ മാറാനും നമ്മളെ സഹായിക്കുന്ന കുറേ വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഒരു ഐസ് ക്യൂബ് ആണിത്. ഇത് ഇതുപോലെ എടുക്കാം. ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് റബ്ബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഒരിക്കലും 3 ടു 5 മിനിറ്റിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. സൈനസൈറ്റിസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് നിർത്താം. ആദ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാജിക്കൽ ഐസ് ക്യൂബ് ആണിത്. ഐസ് ക്യൂബ് റബ്ബ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതുകൊണ്ടൊരു പാക്ക് ഉണ്ടാക്കി ഫേസിലിടാം. നമ്മൾക്ക് ഒറ്റ യൂസിൽ തന്നെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ജാഗരിയാണ്. അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് മാജിക് ആയിട്ട് നമ്മുടെ ഫേസിന് അത്രയ്ക്ക് ഗ്ലോ തരുന്ന ആലം സ്റ്റോൺ ആണ്. ഇത് നമ്മൾ പൊടിച്ചിട്ടാണ് എടുക്കുക. പൊടിച്ചിട്ട് ഒന്ന് പറ്റുമെങ്കിൽ അരിച്ചെടുത്താൽ അത്രയും നല്ലതാണ്. ഫൈൻ പൗഡർ വേണം. ഇത് നമ്മളുടെ വിഭൂതി സ്കിൻ കെയർ സ്റ്റോറിലുള്ള സ്കിൻ ബ്രൈറ്റനിങ് പൗഡർ ആണ്. ഇതും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ഈ മിക്സ് ഉണ്ടാക്കാൻ പോകുന്നത്, ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് നമ്മൾ ഒഴിക്കാൻ പോവാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു എക്സ്ട്രാ ഗ്ലോ നമ്മുടെ സ്കിന്നിന് കിട്ടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു ഗ്ലോ, യൂത്ത്ഫുൾ സ്കിൻ, ഫൈൻ ലൈൻസ് ഒന്നുമില്ലാതെ നിങ്ങളുടെ മാർക്കുകളൊക്കെ മാറുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ചേർക്കുന്ന വിറ്റമിൻ ഡി ടാബ്ലറ്റിൽ നിന്നുള്ള വിറ്റമിൻ ഡി ഓയിലാണ്. ഞാനൊരു 3 ടാബ്ലറ്റ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത ഫേസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ ക്ലീൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഫേസിൽ ഒന്നും തന്നെ പാടില്ല ഇതുപോലത്തെ പാക്കുകൾ ഇടുമ്പോൾ. ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. വീക്ക്ലി 2 or 3 ടൈംസ് യൂസ് ചെയ്ത് നോക്കും. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സ്കിൻ കെയർ റെമഡിയാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത്. മുരിങ്ങയിലയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണും. ഇനി വീട്ടിലില്ല, ഇപ്പോൾ പുറത്തൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഈസി ആയിട്ട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് മുരിങ്ങയില. മുരിങ്ങയിലയ്ക്ക് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ കൂടെ മിൽക്കും കൂടെ ചേർത്ത് മാത്രമേ നമ്മൾ സ്കിന്നിലേക്ക് ഇടാവുള്ളൂ എന്നുള്ളത് മനസ്സിൽ വെച്ചാൽ മതി. അപ്പോൾ ഈ സ്കിൻ കെയർ ഒക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾക്കൊരു കോൺഫിഡൻസ് കിട്ടാനും നമ്മൾക്ക് ലൈഫിൽ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു കോൺഫിഡൻസ് വരാനും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? നമ്മളുടെ ഫേസിൽ തന്നെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉള്ളപ്പോഴാണ് നമ്മൾക്ക് ലൈഫിൽ ഓക്കെ ഐ എം ഓക്കെ ഫൈൻ എന്ന് തോന്നുന്നത്, അല്ലേ? അങ്ങനെ തോന്നുന്ന ദിവസങ്ങളിലാണ് നമുക്ക് കുറച്ച് എനർജി ഉണ്ടാവുക. പക്ഷേ ഈ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിനോട് പല വീഡിയോയിലും ഞാൻ ഇതിനു മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു എക്സൈറ്റ്മെന്റ് പാടില്ല. സ്കിൻ കെയർ ചെയ്യണം എന്നുള്ള ഗുഡ് എക്സൈറ്റ്മെന്റ് ഓക്കെ, ബട്ട് എക്സൈറ്റ്മെന്റ് കൂടിയിട്ട് കുറെ തെറ്റുകളും ചെയ്യുന്നത് അങ്ങനെ പാടില്ല. ഓക്കെ, എന്താന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എടുക്കാൻ, എല്ലാവർക്കും എല്ലായ്പ്പോഴും എൻ്റെ കയ്യിൽ തന്നെ എപ്പോഴും പൈസയൊന്നും കാണത്തില്ല, അല്ലേ? ചിലപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം, നമ്മുടെ ആ ബഡ്ജറ്റിൽ അത് ഒതുങ്ങത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങില്ല. ഇപ്പോൾ iPhone 17 Pro Max ഞാൻ വാങ്ങിയിട്ടില്ല, കാരണം എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മാത്രമാണോ? അല്ല. ആ
അതിനേക്കുള്ള ഒരു പൈസ ഒതുക്കാനായിട്ട് ഇപ്പോൾ വേണ്ട, നമുക്കിപ്പോൾ പറ്റില്ല, ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ പോലെ സ്കിൻ കെയർ പ്രോഡക്ട്സും നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിക്കാനായിട്ട് കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കും. അത് കഴിഞ്ഞ് മാറ്റിയാലും മതി. ഇപ്പോൾ പ്രോഡക്റ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്കിൻ കെയർ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൻ്റെ എഫക്റ്റ് വേറെ, നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്ന സാധനങ്ങളുടെ എഫക്റ്റ് വേറെ തന്നെയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് നമ്മളുടെ സർക്കംസ്റ്റൻസസിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കാൻ പഠിക്കണം എന്നുള്ളത് വലിയൊരു സത്യമാണ് കേട്ടോ. അതുകൊണ്ട് പൈസ ഇല്ലാത്ത സമയത്ത് സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങി ചെയ്യാൻ നോക്കാതെ നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന അല്ലാത്ത ടിപ്സും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളിൽ കാശ് ഉണ്ടാകുമ്പോൾ ഒരിടത്തും വിഭൂതി എവിടെയും പോവില്ല, ഇവിടെ തന്നെ കാണും. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റോക്കിലുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അല്ലെ മേ ബി ഒരു 20-15 ഡേയ്സ് കഴിഞ്ഞ് സ്റ്റോക്ക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും പ്രോഡക്റ്റിൻ്റെ സ്റ്റോറിൻ്റെ നമ്പരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ വീഡിയോയിൽ തന്നെ കാണിക്കാറുണ്ട്, ഡിസ്പ്ലേ ചെയ്യാറുണ്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫോൺ നമ്പർ, വാട്സപ്പിൽ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിനകത്ത് കയറി നോക്കിയിട്ട് സൈറ്റിനകത്ത് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കണ്ടിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെയൊക്കെയും ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അല്ലാതെ ചാടിക്കേറി എനിക്കത് വാങ്ങണമല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കലും ചെയ്യേണ്ട. അല്ലാത്ത സ്കിൻ കെയർ ഒക്കെ നമ്മൾ ഷോർട്സ് ആയിട്ടും ഇടാറുണ്ട്, നമ്മൾ അല്ലാതെ ലോങ് വീഡിയോ ആയിട്ട് ഇടാറുണ്ട്. അതൊക്കെ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ കൺസിസ്റ്റൻസി ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള സീക്രട്ട് മന്ത്രം. നമ്മുടെ സ്കിൻ കെയറിൻ്റെ ആവട്ടെ, ഹെയർ കെയറിൻ്റെ ആവട്ടെ, നമ്മൾ ലൈഫിൽ എന്തിൻ്റെ തന്നെ ആവട്ടെ, നിരന്തരമായിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെയോ വാക്കുകൾ ഞാൻ പറയുന്നു. നിരന്തരമായിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ എടുക്കേണ്ട ഒരു വലിയ പാഠം. റെഗുലറായിട്ട് ചെയ്യുക. ഓക്കെ, അത് രണ്ടും നമ്മൾക്ക് നല്ല റിസൾട്ട് തരും. പിന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പാട്ട് കേൾക്കുന്നുണ്ടോ യോഗ ചെയ്യുന്നുണ്ടോ ഒക്കെ നമ്മൾ എന്താണ് നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു എഫേർട്ട് നമ്മൾ തന്നെ എടുക്കുകയാണ്. ആ എഫേർട്ട് നമ്മൾ തന്നെ എടുക്കണം. മനസ്സിലായോ? നിങ്ങളിപ്പോൾ ഒരു പെയിനാണ്, നിങ്ങൾക്ക് ഭയങ്കര പെയിനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖം ഡള്ളായെന്നുള്ള വിഷമമാണ്. എത്രത്തോളം വാക്കുകൾ കൊണ്ടത് വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നമുക്ക് പറ്റും? നമ്മളുടെ മുഖത്തിന് എന്തെങ്കിലും പഴയ പോലത്തെ അല്ലാത്ത എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടായി, നീലാമരി ഉപയോഗിച്ച് നമുക്ക് ഫേസിൽ ടാൻ അടിച്ചു, നമ്മളത് ഇപ്പം എന്നോടാണെങ്കിൽ തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് പറയാൻ പറ്റും, എനിക്കത് മനസ്സിലാകും നമ്മൾ ഇതിനകത്ത് ഉള്ളത് കൊണ്ട്. അല്ലാതെ ഒരാളോട് എന്നാലും നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് എത്രത്തോളം എനിക്ക് മനസ്സിലാവും, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പ്രോബ്ലം എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുമോ? അത് മനസ്സിലാവില്ല അല്ലേ? കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെ തോന്നലുകളാണ് നിങ്ങളുടെ ഉള്ളിൽ കൂടെ പോകുന്നതെന്നുള്ളത് നമ്മൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആരെങ്കിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സപ്പോർട്ടാണ്, കെയർ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുണ്ടല്ലോ എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകും എന്നല്ലാതെ എഫേർട്ട് ആരെടുക്കണം? നമ്മൾ തന്നെ എടുക്കണം. അത് തന്നെയാണ് ലൈഫിൽ എപ്പോഴും മുന്നോട്ട് പോകാനായിട്ട് നല്ലത്. അതുപോലെ സ്കിൻ കെയർ ചെയ്യുന്ന എഫേർട്ടാവട്ടെ, ഹെയർ കെയർ ചെയ്യുന്ന എഫേർട്ടാവട്ടെ, ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന കാര്യമാണ് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ. കോൺഫിഡൻറ്റോടെ പറ്റും എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, എഴുന്നേറ്റ് രാവിലെ ചുമ്മാ ഫിംഗർ ടിപ്പ് കൊണ്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുകയും നമുക്ക് മുടി വളരുകയും ചെയ്യും. പിന്നെ സ്കാൾപ്പിനെ കണ്ടീഷൻ ചെയ്ത് വെക്കാനും ഹെൽത്തി ആയിട്ട് വെക്കാനും ഒക്കെയാണ് നമ്മൾ പല ഓയിലുകളും ഇട്ട് മസാജ് ചെയ്യുന്നത്. ബ്ലഡ് സർക്കുലേഷൻ കൂടാനാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്തൊക്കെ. ഓക്കെ, അതിൻ്റെയൊക്കെ എസെൻഷ്യൽ ഓയിൽസിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നു. അതൊക്കെയും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം ഇതിങ്ങനെ ചെയ്യണം. അങ്ങനെ ഒരു B1 B2 എന്നുള്ള പ്ലാൻ നമ്മൾ വെക്കണം ലൈഫ്. ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോഴും ഹെയർ കെയർ ഒക്കെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ബോഡി കെയർ ഒക്കെ ചെയ്യുമ്പോഴും ഇതൊരു ടൈപ്പ് ഓഫ് യോഗ കൂടെയാണ്. നമ്മളുടെ ലൈഫിൽ നമ്മുടെ ലൈഫിനെ എൻഗേജ് ആക്കി വെക്കാനുള്ള ഒരു ടിപ്സും കൂടാണ് ഇതെല്ലാം അല്ലേ? നമ്മളൊരു പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ ഫേസ് പാക്ക് ഇടുന്നു, നമ്മൾ അത് കഴുകുന്നു. സോ ഒരു 2-3 hours നല്ല ഈസി കൂളായിട്ട് അങ്ങ് പോയി കിട്ടും. ഇതൊക്കെ നമ്മുടെ ലൈഫിനെ നമ്മൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം വി ആർ ഹാപ്പി എന്നുള്ളത്. അല്ലാതെ നമ്മളുടെ വെറീസിനെ കുറിച്ച് ഓർത്ത് അങ്ങനെയൊന്നുമല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ ലൈഫിനെ ഓരോ നിമിഷത്തിനെയും ലൈഫിലുള്ള ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റിനെ ഹാപ്പിയാക്കി വയ്ക്കാൻ നമുക്ക് പറ്റില്ല എല്ലാ മൊമെൻറ്റിനെ, ബട്ട് എല്ലാ മൊമെൻറ്റിനെ എൻഗേജ് ആക്കി വെക്കാൻ പറ്റും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അങ്ങനെ എൻഗേജ് ആക്കി വെക്കാനും സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മറ്റുള്ളവരുടെ ബഡ്ജറ്റിനെയോ ആരുടെയെങ്കിലും പൈസയോ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ ഇതൊക്കെ ചെയ്യാനായിട്ട് പഠിക്കുക. നിങ്ങളെല്ലാവരും സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ചെയ്യുക. ഡൗട്ടുകൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ മടിക്കേണ്ട.
ആൻസർ ചിലപ്പോൾ വൈകുമായിരിക്കും, എന്നാലും ഞാൻ ആൻസർ തരാൻ ശ്രമിക്കാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നത്. അല്ലാതെ നിങ്ങളുടെ അസുഖത്തിൻ്റെ കാര്യമോ ഒന്നും എന്നോട് ചോദിക്കരുത്. എനിക്കറിയില്ല, എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല, ഞാൻ ഡോക്ടറെ കാണൂ എന്ന് മാത്രമേ ഞാൻ പറയൂ. അത് മാത്രമേ ഞാൻ പറയാൻ പാടുള്ളൂ. അത് മനസ്സിലാക്കണം. ഞാൻ പറയുന്ന പോലെ ചെറിയ ചെറിയ ഒക്കേഷൻസ് സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കൂ. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും അതായത് നമ്മൾ ഈ ഒരു ലോൺലിനെസ് ഉണ്ടല്ലോ, എസ്പെഷ്യലി മെനോപ്പസ് പീരീഡിൽ നമുക്ക് സ്വയം തോന്നും നമ്മൾ ലോൺലിയാണ്, നമ്മൾ ഒറ്റയ്ക്കാണ്, ഇത്രയും ആർക്കൊക്കെ ചെയ്തിട്ട് എന്താ പ്രയോജനം, ഞാൻ ഇപ്പോഴും ലൈഫിൽ ഒറ്റയ്ക്കാണ്. എല്ലാവരും ഒറ്റയ്ക്കാണ് ഈ ലോകത്ത്. ഓക്കെ, ഈ ലോകത്ത് എല്ലാവരും ഒറ്റയ്ക്കാണ്. ആർക്കെങ്കിലും ആരെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നത് നമ്മുടെ വെറും തോന്നൽ മാത്രമാണ്. ആരും നമുക്കുണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു പെയിൻ ഉണ്ടെങ്കിൽ എല്ലാവരും ചുറ്റും നിന്ന് കാണും, അയ്യോ പോട്ടെ എന്ന് പറയും. അതുകൊണ്ട് പെയിൻ റെഡ്യൂസ് ആകുന്നുണ്ടോ? ഇല്ല. അതൊക്കെ മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ വെളിയിൽ വന്ന് ഒരു സ്മാർട്ട് ലിവിങ് തുടങ്ങുക. ബട്ട് എല്ലാവരും നമുക്ക് വേണം, എല്ലാവരോടും സംസാരിക്കുക, സൊസൈറ്റി ഗ്യാതറിങ് വേണം, ഫ്രണ്ട്സ് വേണം. എല്ലാം നമ്മുടെ മൈൻഡിന് ഒരു വളവിടുന്നത് പോലെയാണ് ഇതൊക്കെ, ഫെർട്ടിലൈസ് ചെയ്യുന്ന പോലെയാണ് ഇതൊക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു മൈൻഡിനൊരു സപ്പോർട്ട് കൊടുക്കാനൊക്കെയാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതും ഹെയർ കെയർ ചെയ്യുന്നതും ഒക്കെ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിക്കുക. വിൻ്ററാണ്, സ്കിൻ കെയർ ചെയ്യാനായിട്ട് മറക്കരുത്, മടിക്കരുത്. സമ്മറിനേക്കാളും കൂടുതൽ നമ്മളുടെ സ്കിൻ ബ്ലാക്ക് ആകുന്നത് വിൻ്ററിലാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും ചിലർക്കൊക്കെ ഇങ്ങനെ സ്കാർസ് ഒക്കെ വരും, ഇങ്ങനെ ചൊറിയുമ്പോഴൊക്കെ ചെറിയ ചെറിയ വൈറ്റ് ലൈൻസ് ഒക്കെ വരും. സോ മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് പറയാനായിട്ട്. എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും വിശ്വാസത്തിനും കെയറിനും കൺസേണിനും ഒക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ലോട്ട് ഓഫ് താങ്ക്സ്. ഓക്കെ, പിന്നെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണണം വരെ ടേക്ക് കെയർ.